ഹലോ, നമസ്കാരം. 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 എടാ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. പറ പറ. ആക്ച്വലി ഞാൻ ബാംഗ്ലൂരുണ്ട്. ഏ? ബാംഗ്ലൂരുണ്ട്. നീയോ? ആ. ബെസ്റ്റ്. ഞാൻ ദേ ഹൈദരാബാദിലുണ്ട്. ആണോ? അല്ല, ഞാൻ എന്താന്നറിയോ ഞാൻ ആ, വിളിച്ചേ. ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഞാനൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ. ഓക്കേ. എൻ്റെ പേഴ്സ് കാണുന്നില്ല. അത് ആരോ കൊണ്ടുപോയോ എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഓക്കേ. ആ, അപ്പോൾ എനിക്ക് ഇവിടെയാണെങ്കിൽ ഞാൻ ഷോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കുവാ. എൻ്റെ ഫോൺ മാത്രമേ കയ്യിലുള്ളൂ. ഓക്കേ 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 ഓക്കേ. ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് കുറച്ച് കാശ് അയച്ചു തരാൻ പറ്റുമോ? എൻ്റെ കാർഡും ഇല്ല, ഓക്കേ. ഒന്നുമില്ല. ഷുവർ 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 ഷുവർ. എത്ര വേണ്ടേ? എനിക്കൊരു 5000 വേണമായിരുന്നു. ഇപ്പൊ അയക്കാം. ഗൂഗിൾ പേ അയക്കാം കേട്ടോ. ഹലോ, ഹലോ. കേൾക്കാമോ? എടാ, പ്രാങ്ക് ആയിരുന്നു നീ. ഞാനൊരു ഇന്റർവ്യൂല് ആക്ച്വലി. എന്നാലും നിന്റെ മനസ്സ് ഞാൻ സമ്മതിച്ചിട്ടോ. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നീ ഗൂഗിൾ പേ ഓപ്ഷൻ പോലും നീ ചോദിച്ചില്ലല്ലോ. നീ അയച്ചു തരാന്ന് പറഞ്ഞല്ലോ എന്തായാലും. സീരിയസ്ലി. എന്താ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിന്റെ മൈൻഡിലുണ്ടായിരുന്നു. നിന്നെ പറ്റിക്കാൻ ഭയങ്കര സുഖാണല്ലോ. ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല, ഗൂഗിൾ പേ പോലും ചിന്തിച്ചില്ല. ഓ, 50,000 ആണെങ്കിൽ ഇട്ടായിരുന്നില്ലായിരുന്നല്ലേ? ഓഹോ, ആ ഒരു ഉറപ്പ് അവനുള്ളത് കൊണ്ടാണ്. അതെ, കൂടെ രമ്യ ചേച്ചിയാണ് ഇന്റർവ്യൂർ. ഒരു മിനിറ്റ്, ഞാൻ കൊടുക്കാം. നീ ബിസി ആണോ? ഷൂട്ടിലാണോ? ഓക്കെ ഓക്കെ, അപ്പൊ 2 minutes. ഹായ് നിഖിൽ. ഹായ്, സുഖാണോ? ഐ എം ഗുഡ്. സുഖ. ഓക്കെ. ഏയ്, വെറുതെ നമ്മള് മേഘനയുടെ അടുത്ത് പറഞ്ഞു ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒന്ന് പ്രാങ്ക് ചെയ്യാനായിട്ട് ഒരു ടാസ്ക് കൊടുത്തു. അപ്പം മേഘന ഇങ്ങനെ ആരെ വിളിക്കും എന്നൊക്കെ ആലോചിച്ചപ്പോ ഫസ്റ്റ് മേഘനയുടെ മനസ്സിൽ ഓക്കെ എന്നാണ് നിഖിലിനിട്ടും തന്നെ പണി കൊടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ സമ്മതിക്കണം കേട്ടോ നിഖിൽ, ഞങ്ങളെല്ലാരും എന്നാലും ആ ഒരു നല്ല മനസ്സ് തന്നെയാണ് കേട്ടോ. അപ്രീഷിയേറ്റ് ചെയ്യണു. പിന്നെ നിഖിലിന് ഓർമ്മയുണ്ട്, ഫസ്റ്റ് നിഖിൽ മലയാളത്തിൽ ഒരു ഇന്റർവ്യൂ തന്നത് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഫസ്റ്റ് ഓർമ്മയുണ്ടല്ലേ? അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാള് പിന്നെ ബിഗ് ബോസിൽ ഇപ്പൊ വന്നു അല്ലേ? അതെ അതെ. അപ്പൊ ആ, ഓക്കെ. എന്തായാലും ശ്രീതു അല്ലേ ഇപ്പൊ പോയത് ബിഗ് ബോസില്? കൂടെ ഉണ്ടായിരുന്നു. ഹലോ. ശ്രീതു അല്ലേ ഇപ്പൊ ബിഗ് ബോസിൽ പോയതെന്ന് പറയതേ. ഓക്കെ. ഇവിടെ എല്ലാരും പറയും എനിക്ക് നമ്മൾ നേരിട്ട് പരിചയമില്ല, പക്ഷെ ഇവിടെ എല്ലാരും നമ്മുടെ ടെക്നിക്കൽ സൈഡില് നമ്മുടെ ക്യാമറ, നമ്മുടെ പ്രൊഡ്യൂസർ, ഇവരെല്ലാരും എപ്പോഴും പറയും നിഖിൽ വന്ന ഇന്റർവ്യൂ വളരെ നന്നായിരുന്നു, വളരെ പാവമാണ്, നല്ല ഒരു ചേട്ടൻ, നല്ലൊരു വളരെ നല്ല സംസാരം ഒക്കെ ഇവരെല്ലാരും പറയും. എപ്പോഴും ഇവര് പറയും നല്ല ഒരാളായിരുന്നു എന്ന്. ശരിക്കും എല്ലാവരുടെ അടുത്തും പറയാം കേട്ടോ. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് വെരി ഫേമസ്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ്, എന്താ നെക്സ്റ്റ് കണ്ടന്റ് എന്താണ്, ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആണോ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ. സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും ഓക്കെ നിഖിൽ, അപ്പൊ നമുക്ക് കാണാം ഉടനെ തന്നെ. ഓക്കെ, ഒരു ദിവസം കാണാം. ഓക്കെ, ശരി, ബൈ. താങ്ക് യു.